നമസ്കാരം സാർ. നമസ്കാരം. എന്താണ് ചന്ദ്രസേന മുരളി ഈ വഴിക്കൊക്കെ ഇറങ്ങിക്കണേ? എന്തേ? ഒരു കാര്യം പറയാൻ വന്നതാ. അടുത്ത 4-ന് നമ്മുടെ വായനശാലേന്റെ വാർഷികവും പിന്നെ MLA പണ്ടെന്ന് കിട്ടിയ പൈസനെ കൊണ്ട് കിട്ടിയ ബിൽഡിങ്ങിന്റെ ഔദ്യോഗികമായിട്ടുള്ള ഉദ്ഘാടനം ഉണ്ട്. അപ്പം അതൊക്കെ ഞാൻ അറിഞ്ഞു. സംഭവം മിനിസ്റ്ററൊക്കെ പങ്കെടുക്കുന്നുണ്ടല്ലേ? വലിയൊരു പരിപാടിയാണ് നമ്മൾ പ്ലാൻ ചെയ്തേക്കുന്നത്. നാട്ടിലെ പ്രമുഖരെയൊക്കെ വിളിച്ച ഒരു പരിപാടിയാണ്. അല്ല, അതൊക്കെ വേണം. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു പരിപാടി നടക്കുമ്പോൾ അത് മാക്സിമം വിജയിപ്പിക്കുക എന്നുള്ളത് നമ്മുടെ എല്ലാ ഉത്തരവാദിത്തമല്ലേ. അവിടെ എൻ്റെ 100% എൻ്റെ പാർട്ടിസിപ്പേഷൻ ഉണ്ടാവും കേട്ടോ. അല്ല, ഞങ്ങൾ വന്നത് പെൺപുലി സംഘടനയുടെ പ്രസിഡന്റ് തങ്കം മേഡത്തിനെ ഔദ്യോഗികമായിട്ട് ക്ഷണിക്കാനാണ്. ഈ നാട്ടിലെ അറിയപ്പെടുന്ന ഒരു പെൺപുലി സംഘടനയുടെ പ്രസിഡന്റ് അല്ലേ തങ്കം മേഡം? അന്ന് പ്രത്യേകിച്ച് ഒരു പരിപാടി ഇല്ലെന്ന് നമ്മൾ വിശ്വസിക്കാമല്ലോ. നമുക്ക് വരണം. വായനശാലയുടെ വാർഷികത്തിന് തങ്കം മേഡം വരുമ്പം ക്ലീറ്റ് സാർ ഉണ്ടാവല്ലോ. എനിക്കന്ന് വേറെ കുറച്ച് പരിപാടികൾ മീറ്റിംഗ് എല്ലാം ഉണ്ട്. ഞാൻ നോക്കാം. തങ്കം മേഡം തീർച്ചയായും വരണം. സാറും വന്നു, മേഡവും വന്നു. ഇതെന്തിനാ ഇങ്ങനെ വിളിക്കണേ? പതുക്കെ വിളിച്ചാലും ലില്ലിക്ക് കേൾക്കാം. എന്താ ചേച്ചി ഇങ്ങ് വന്നേ. ഒരു കാര്യം അറിഞ്ഞാ? എന്താ എടി, ഇപ്പൊ ഒരു സംഭവം ഉണ്ടായി. എന്താ എടി, മറ്റേ MLA മന്ത്രിയൊക്കെ വരുന്ന വായനശാലയിലെ പരിപാടി ഇല്ലേ, അതിന് എന്നെ ക്ഷണിക്കാൻ വേണ്ടി വന്ന വിശിഷ്ട വ്യക്തിയായിട്ട് ചേച്ചീനെയാ? ആ, ഇപ്പൊ പോയുള്ളവര്. ആണോ? അല്ല, ക്ലീറ്റോച്ചേട്ടനെ വിളിച്ചില്ലേ? എനിക്കൊന്ന് തിരക്കാം. എന്റെ പൊന്നേച്ചി കലക്കിട്ടാ. ഞാൻ ഞെട്ടിപ്പോയി. എന്നാലും ഇത്രയും ചുരുങ്ങിയ സമയം കൊണ്ട് ഇത്രയും വലിയ ആളുകളൊക്കെ വരുന്ന വേദി പങ്കിടാൻ പറ്റിയില്ലേ? അതും MLA മന്ത്രിയൊക്കെ ഇല്ലേ? ആടി, എന്തുവാണ് ക്ലീറ്റോ ചേട്ടാ, എത്ര നാളെ ഈ വെള്ളം ഇട്ടുകൊണ്ട് ഈ നടപ്പ് തുടങ്ങിയിട്ട് ഏതെങ്കിലും ഒരു സ്റ്റേജിൽ ഇങ്ങനെ കയറാൻ പറ്റിയിട്ടുണ്ടാ? ഒരു കൗൺസിലറിന്റെ കൂടെ ഇരിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. ദിലീപ്പണ്ണ അങ്ങനെ പറയല്ലേ. എന്ത് ക്ലീറ്റ പറ്റുമ്പോ ഒരുപാട് വേദി ഇരുന്നിട്ട് അത് വെച്ച് നോക്കാൻ ഇതൊന്നും ഒന്നുമല്ല. എവിടെ കൊടങ്ങാവള കബഡി മത്സരത്തിന് മന്ത്രിയുടെ ഇപ്പുറത്തിരുന്ന് ആരാ? എപ്പുറത്തിരുന്ന്? ഈ കഴിഞ്ഞ വാർഷികത്തിൽ ഞാനുണ്ടായിരുന്നു അവിടെ. സ്റ്റേജിന്റെ സൈഡിൽ നിന്ന് കാണുമായിരുന്നു പരിപാടി. സാന്നിധ്യം അറിയിച്ചല്ലോ. എന്ത് സാന്നിധ്യം? അതല്ല, അവിടെ ഇരുന്ന് എല്ലാരും സാന്നിധ്യം അറിയിക്കുമായിരുന്നു. അതെ, എന്റെ ശത്രു ഒരാളെ സ്റ്റേജിലുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പിന്നെ മാറിയുന്നത്. നമ്മളീ പറഞ്ഞ അങ്ങനെ പോയി. എന്നാലും ശരിക്കും ക്ലീറ്റോച്ചേട്ടനെ വിളിച്ചില്ലേ? അല്ല, അവര് ക്ഷണിച്ചെന്നെ ചെല്ലാൻ പറഞ്ഞു. പിന്നെ ഞാൻ നോക്കട്ടെ, സമയം ഉണ്ടെങ്കിൽ പോവും. എനിക്ക് കുറെ തിരക്കുണ്ട്. വിളിക്കാത്ത കല്യാണത്തിന് വിളിച്ച പോലെ ചെന്ന് കയറുന്നത് ശരിയാണ്. മറ്റമ്മയ്ക്ക് ഒരു അന്തസ്സില്ല. അയ്യ, അങ്ങനെ പോകരുത്. അവൻ അതിന്റെ ഇടയിൽ കൂടി ദുഷിപ്പ് പറഞ്ഞു. അല്ലല്ല, വിളിച്ചില്ലെങ്കിൽ പോണ്ട, നാണക്കേടാ. അത് പിന്നെ ഇവിടുത്തെ മഹിളാ പ്രമുഖ ക്ഷണിച്ചപ്പോ കൂട്ടത്തിൽ വരുമല്ലോ എന്ന് എനിക്ക് ഒറ്റ ഇടിയ വെച്ച് കൊടുക്കാനോ തോന്നിയത്. സന്തോഷം, ഞാൻ ഗ്രൂപ്പിൽ ഇടട്ടെ ചേച്ചി. ആടി, എന്തായാലും മഹിളാ പ്രമുഖയ്ക്ക് എൻ്റെ എല്ലാ അഭിനന്ദനങ്ങളും. മഹിളാ പ്രമുഖ അങ്ങനെ ഒരു വാക്കേ കണ്ടുപിടില്ല. നീ കണ്ടുപിടില്ലെങ്കിൽ ഞങ്ങൾ എഴുതി ചേർത്തോളാം. ഓ, ഉണ്ട് കേട്ടാ. കടലും നെഞ്ചത്ത് വെച്ചാ മനുഷ്യൻ ഇറങ്ങി പോന്ന്. പിന്നെ എന്തിനു ഇത്ര സങ്കടം? സന്തോഷിക്കല്ലേ വേണ്ടത്. ഭരതം സിനിമയില് നെടുമുടി വേണുവിനെ മുന്നിലെത്തി മോഹൻലാലിനെ അമ്പല കമ്മിറ്റിക്കാര് കച്ചേരിക്ക് വിളിച്ചപ്പം നെടുമുടി വേണുവിനുണ്ടായ സങ്കടം ഓർമ്മയുണ്ടോ?